വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങൾ അർജന്റീന ഇന്ന് കാൻസസിൽ ആരംഭിക്കുകയാണ്. പക്ഷേ ഒരു പിടി പ്രതിസന്ധികൾ അവരുടെ മുന്നിലുണ്ട്. ഏതാണ്ട് 10ഓളം താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണ്. ഏറ്റവും ഒടുവിൽ പരിക്കേറ്റത് ലിയാൻഡ്രോ പെരേഡസിനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട്. എത്ര നാൾ പുറത്തിരിക്കണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2 സന്നാഹ മത്സരങ്ങളും നഷ്ടമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. പിന്നെ ലിയോ മെസ്സിയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പരിക്കിൻ്റെ പിടിയിലാണ്. ഹോണ്ട്രാസിനെതിരെയും ഐസ്ലൻഡിനെതിരെയുമുള്ള മത്സരങ്ങൾ അദ്ദേഹം മിസ് ചെയ്യും. വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരമാകുമ്പോഴേക്കും ഫുള്ളി ഫിറ്റാകുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. എമിലിയാനോ മാർട്ടിനസിൻ്റെ കൈവിരലിന് പൊട്ടൽ. അദ്ദേഹം സർജറി വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യവും 2 സന്നാഹ മത്സരങ്ങളും നഷ്ടമാകും എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. മറ്റൊരാൾ നിക്കോ പാസാണ്. അദ്ദേഹത്തിന് ഹെല്ലസ് വെറോണയ്ക്കെതിരെയുള്ള കളിക്കിടെയാണ് കാൽമുട്ടിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അർജൻറ്റീനയുടെ മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ക്യൂട്ടി റൊമേറോക്ക് പരിക്ക് പറ്റിയിട്ട് ഏതാണ്ട് 50 ദിവസത്തിലധികമായി. അദ്ദേഹം റിക്കവറായി വരുന്നു. കുറച്ചധികം സമയമായി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫ്രണ്ട്ലി മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം സെറ്റാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഹൂലിയൻ ആൽവരസിൻ്റെ കാര്യം. അദ്ദേഹത്തിന് ആംഗിളിനാണ് സ്ട്രെയിൻ ഉണ്ടായത്. ഏപ്രിൽ അവസാനത്തോടു കൂടി പറ്റിയതാണ്. അദ്ദേഹവും ഈ ഒരു സന്നാഹ മത്സരങ്ങൾക്ക് ശേഷം ഫിറ്റാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത്. നിക്കോ ഗോൺസാലസിൻ്റെ കാര്യത്തിൽ മസിൽ ടിയർ സംഭവിച്ചു. അത് പരിശീലനത്തിനിടെ സംഭവിച്ച കാര്യമാണ്. അതും ഈ പറഞ്ഞ പോലെ ഏപ്രിൽ അവസാനത്തോടു കൂടിയാണ് സംഭവിച്ചത്. ഫ്രണ്ട്ലി മത്സരങ്ങളാകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റാകുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഗോൺസാലോ മൊണ്ടീലിനും നാഹുൽ മൊളീനക്കും പരിക്ക്. അതിൽ മൊണ്ടീലിൻ്റെ കാര്യം ഗ്രേഡ് 2 ടിയർ ആണ്. ഒരു പക്ഷേ അദ്ദേഹം വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് ആകുമ്പോഴേക്കും ഫിറ്റായേക്കും. അതേസമയം നാഹുൽ മൊളീനയുടെ കാര്യത്തിൽ ഗ്രേഡ് 1 ടിയർ ആണ്. അദ്ദേഹം സന്നാഹ മത്സരങ്ങൾക്ക് തന്നെ റെഡിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തിയാഗോ അൽമീഡയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് മസിൽ സ്ട്രെയിൻ ആണ്. അക്യുമുലേറ്റഡ് ഫാറ്റിക് കാരണം സംഭവിച്ചതാണ്. അധികം വൈകാതെ പൂർണ്ണ ഫിറ്റാകുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയധികം താരങ്ങളുടെ കാര്യത്തിൽ പരിക്കിൻ്റെ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സന്നാഹ മത്സരങ്ങൾക്ക് വേൾഡ് കപ്പ് സ്ക്വാഡിലില്ലാത്ത 7 പേരെ കൂടി ഇപ്പോൾ സ്കലോനി ആഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യും ടീം എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്.